നോർത്ത് ഇന്ത്യയിലേക്ക് പരിപാടിക്ക് പോയ സമയത്ത് ഈ സാജു ചേട്ടൻ്റെ വാജ്പേയി എന്ന് പറയുന്നതിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുകയും വാജ്പേയിയുടെ ഒരു വരവും, വാജ്പേയി ആണ് അപ്പോൾ പ്രധാനമന്ത്രി, ആ ലെവലിൽ നിൽക്കുന്ന സമയമാണത്. അപ്പം ഞങ്ങളൊരു ആൻ്റണി ചേട്ടനാണ് പരിപാടിക്കുണ്ടായത്. എന്തായി എവിടെയാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആൻ്റണി ചേട്ടനുണ്ട്. അപ്പോൾ ആൻ്റണി ചേട്ടനെ പരിചയപ്പെട്ടൊരു ഫാമിലീനെ സാജു ചേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ സാജു ചേട്ടൻ നല്ല രസമായിട്ട് രണ്ടെണ്ണൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മയങ്ങി ഉറങ്ങിക്കിടക്കുന്ന സാജു ചേട്ടനെ ഈ ഫാമിലി ആയിട്ട് വന്നിട്ട് ആൻ്റണി ചേട്ടൻ ഷാജോ ഷാജോ എന്ന് പറഞ്ഞ് വിളിച്ചു. പുള്ളി നല്ല ഉറക്കത്തില്ല. വാജ്പേയിയുടെ വിഗും പറിച്ച് വെച്ചിട്ടുണ്ട്, കോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു കസേരയിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ തട്ടി വിളിച്ച് കണ്ണു തുറന്നപ്പോൾ ഈ ആൻ്റണി ചേട്ടനാ ഒന്ന് പോയടോ ഞാൻ രണ്ട് ചീത്ത വിളിച്ചു ആൻ്റണി ചേട്ടനെ. ആൻ്റണി ചേട്ടൻ വന്നിട്ട് നാളെ തൊട്ട് ഇനി 5-6 ഷോ ഉണ്ട് കേട്ടോ, നാളെ സാജു കട്ട്, നാളെ തൊട്ട് സാജു ഇല്ല, ട്രൂപ്പിലില്ല. ഞങ്ങൾ പറഞ്ഞ് സാജു ചേട്ടൻ ഇല്ലാതെ എങ്ങനെ പരിപാടി നടക്കും, ആൾക്കാർ മുഴുവൻ പുള്ളിയെ കാണാനല്ലേ വരുന്നത്. ഇല്ല നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഷോ കളിച്ചോ, കമ്മിറ്റിക്കാർക്ക് ഞാൻ പൈസ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല, എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു ഷാജു കൊടിയൻ ഈ ട്രൂപ്പിൽ ഉണ്ടാവില്ല, എനിക്കതറിയാം. ഞാൻ ഇന്ന് സാജുവിനോട് ഞാൻ മിണ്ടില്ല, കാരണം അവൻ ഇതാ നാളെ രാവിലെ പറയാലോ, രാവിലെ പറയുമ്പോൾ നമുക്ക് ശരിയാക്കാം. സാജു കാട്ട് നാളെ രാവിലെ ടിക്കറ്റ് ട്രെയിൻ എടുക്കുക, സാജു പോകും, നിങ്ങൾ വേറെ ഐറ്റംസ് ഉണ്ടാക്കിക്കോ. ഭയങ്കര പ്രശ്നമായി. അന്ന് രാത്രി ഞങ്ങളൊക്കെ കൂടെ യോഗം കൂടി നമുക്ക് രാവിലെ ആൻ്റണി ചേട്ടൻ്റെ കാല് പിടിക്കാം, സാജു ചേട്ടനെ വിടരുത്, സാജു ചേട്ടനെ വിട്ടാൽ ഷോ നടക്കില്ല എന്നൊക്കെ പറയാം. അമ്പന് വലിയ ആൻ്റണി ചേട്ടൻ അടുക്കുന്നില്ല, ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രാവിലെ സാജു ചേട്ടൻ്റെ റൂമിൽ സാജു ചേട്ടൻ ഉറങ്ങുക, ഇന്നലത്തെ ഉറക്കം കഴിഞ്ഞ് ബാക്കി ഉറങ്ങുക. അപ്പം കുളിയും കഴിഞ്ഞ് പറഞ്ഞു വിടാനായിട്ട് ആൻ്റണി ചേട്ടൻ വരികയാണ്. അപ്പം ഞങ്ങൾ വരാൻ ഞാൻ ആൻ്റണി ചേട്ടാ ഒന്നുകൂടെ ആലോചിക്ക്, നമുക്കിനി 4 ഷോയും കൂടെ ഉണ്ട്, എല്ലായിടത്തും പരിപാടി മോശമായിരിക്കും, പുള്ളിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടാണല്ലോ നിങ്ങളിത് കേട്ടത്, അല്ലേ പുള്ളി ഉറക്കൊന്നുമില്ല, അതൊക്കെ സാജു അല്ലല്ലോ സംസാരിക്കണേ, ഇവനല്ലേ സംസാരിക്കണേ, കാണിച്ചു തരാം, സാജുവിനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ വാദ്യം കേൾക്കുമ്പോൾ നേരെ ഉറങ്ങിക്കിടക്കുന്ന സാജുവിൻ്റെ മുറിയിലോട്ട് പുള്ളി വെളുപ്പിന് ഒരു 9 മണിയാകുമ്പോൾ ചെന്ന് ഒരാളും സാജുവിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ, സാജോ സാജോ എന്ന് വിളിച്ചപ്പോൾ പുതപ്പ് മാറ്റിയിട്ട് ഒന്ന് പോടാ പെട്ടെന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നസെന്റേട്ടൻ എന്നെ പട്ടീനെ വിളിച്ചു പോകുന്നതിൽ അതുപോലെ കരഞ്ഞുകൊണ്ട് റൂമിൽ പോയിട്ട് നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ കാണിക്കും, ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു.